ഹലോ ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്നിട്ടുള്ള വാച്ച്മാൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. 161/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഓപ്ഷൻ സി, ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ബി, പണ്ഡിത രമാബായ്. ആര്യ മഹിളാ സഭ എന്ന് പറയുന്നത് പണ്ഡിത രമാബായ് ആണ് സ്ഥാപിച്ചത്. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർത്ത ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസത്തിനും സമത്വത്തിനും. അടുത്തത്, താഴെ തന്നിരിക്കുന്ന സൂചനയിൽ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം നടന്നത്. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു. ഈ 4 പ്രസ്താവനകളും ഏത് പ്രസ്ഥാനവുമായിട്ടാണ് ബന്ധപ്പെട്ടതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ 4 പ്രസ്താവനകളും. അടുത്തത്, ഭരണഘടനാ ദിനം. ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് നവംബർ 26 ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ചെറു ഭരണഘടന 42ാം ഭേദഗതിയാണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ സി, പാർലമെൻറ്റ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1925. ഈ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് 1924. അവസാനിക്കുന്ന വർഷമാണ് 1925. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ. സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ സി. വരിക വരിക സഹചരി സഹന സമര സമരമായി എന്ന സമരഗാനം ഏത് സമരവുമായാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ സി, ഉപ്പു സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്? ഉള്ളൊഴുക്ക്. ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? ഓപ്ഷൻ ഡി, സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ ബി, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ.
2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായയുടെ നിർമ്മാണത്തിന് സഹായിച്ച വിദേശ രാജ്യം ജർമ്മനി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. ഓപ്ഷൻ സി, ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. അടുത്തത്, തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ. അടുത്തത്, ഇന്ത്യയുടെ മാനക രേഖാംശം. ഓപ്ഷൻ ഡി 86 ഡിഗ്രി 30 മിനിറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ഹൈദരാബാദിലാണ്. പശ്ചിമഘട്ടം പൂർവഘട്ടം സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകൾ. അടുത്തത്, യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏതു സംസ്ഥാനത്ത് നിന്നാണ്? ഗർഭ ഓപ്ഷൻ സി, ഗുജറാത്തിൽ നിന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വരുന്നത് നെടുങ്കണ്ടം. അടുത്തത്, കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. ഓപ്ഷൻ ബി, മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ഓപ്ഷൻ എ, വടക്കു കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാത ഏതാണ്? NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട് പീഠഭൂമി. ഓപ്ഷൻ സി, വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്താം. കബനി, പമ്പർ, ഭവാനി കിഴക്കോട്ട് ഒഴുകുന്നവയാണെങ്കിൽ ഓപ്ഷൻ ഡി, പെരിയാറാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല? ഓപ്ഷൻ ബി, മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ജോൺ ജോസഫ് മർഫി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം? ഓപ്ഷൻ സി, മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ചോലവനങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ചോലവനങ്ങളാണ്. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല? തീരദേശം ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ എ, കണ്ണൂരിലാണ്. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ ഡി, എറണാകുളം. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഓപ്ഷൻ ബി, ഗംഗയാൻ. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ, സ്വാതി തിരുനാൾ മഹാരാജാവ്. അടുത്തത്, സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി, ഭിലായ്,
അതുപോലെ തന്നെ ബൊക്കാറോ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഇരുമ്പുരുക്ക് ശാലകളായിരുന്നു ഉണ്ടായിരുന്നത്. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി? CP രാധാകൃഷ്ണൻ. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ? ഓപ്ഷൻ ഡി മോഹൻലാൽ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി? ലോസ് ആഞ്ചലോസ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലോസ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? മീഥെയ്ൻ. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം മീഥെയ്നാണ്. ഓപ്ഷൻ ബി. ക്ഷീണിതനും വിളറിയ മുഖത്തോടുകൂടി കാണപ്പെടുന്ന രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമവുമായി രാജുവിന് അനുയോജ്യമായത്? ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ് രാജു കഴിക്കേണ്ടത്. ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഇരുമ്പടങ്ങിയ ഇലക്കറികളാണ് കഴിക്കേണ്ടത്. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ ജോഡി? ഓപ്ഷൻ എ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അടുത്തത് ഒരു പ്രസ്താവനയും തന്നിട്ടുണ്ട്, ഒരു കാരണവും തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇടതു വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലതു വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. ആ പ്രസ്താവന ശരിയാണ്. അതിനുള്ള കാരണം കൊടുത്തിട്ടുള്ളത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി. രണ്ടാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതമായത്? ഓപ്ഷൻ സി BR ഗവായ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലുകളും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. അടുത്തത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. കടൽക്കാറ്റ് എന്ന് പറയുന്നത് പകൽ സമയത്ത് വീശുന്നതാണ്. അതാണ് ശരിയായ പ്രസ്താവന. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്ന കാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഓപ്ഷൻ സി ആണ്. കാലിഡോസ്കോപ്പും അതുപോലെ തന്നെ പെരിസ്കോപ്പും ഈ ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി, ഇത് രണ്ടും ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്നതാണ്. കാലിഡോസ്കോപ്പ് ആൻഡ് പെരിസ്കോപ്പ്. അടുത്തത്, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. അടുത്തത്, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ഫീഡർ റിയാക്ടർ PFBR സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ശൈലി. ഓപ്ഷൻ ഡി ശൈലി. താഴെ കുറച്ച് രോഗലക്ഷണങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ രോഗം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു. ദുർബലമായ രോഗപ്രതിരോധം. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. വിട്ടുമാറാത്ത ക്ഷീണം. ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ് ആ രോഗത്തിന്. അടുത്തത്,
ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ്? ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് വരുന്നത്. അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നു, സർക്കാർ ആശുപത്രിയിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. ഇത് രണ്ടും ആർദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതിയിലെ ലക്ഷ്യങ്ങളാണ്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. വൈറ്റമിൻ B3 പെല്ലഗ്ര, അതാണ് ശരിയായ ജോഡി വരുന്നത്. അടുത്തത്, സാമൂഹിക നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി വയോ അമൃതം, ഓപ്ഷൻ ബി. എംഫിസൈമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ശ്വാസകോശം. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖപ്രാപിച്ചവർ മാത്രം, സ്നേഹക്കൂടിൽ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം പോളിയോ. ബാക്കിയുള്ള 3ഉം വായുവഴി പകരുന്ന രോഗമാണ്. അടുത്തത്, രണ്ട് പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ എന്താണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിൽ പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. അടുത്തത്, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 2, 4, 5. മേരി ഇ ബെൻക്രോവ്, അതുപോലെ ഫ്രെഡ് റാംസഡൽ, അതുപോലെ ഷിമോൺ സഗാചുചി. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിലെ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റിസ്കു പ്രവർത്തനം ഏതാണ്? ഓപ്പറേഷൻ അജയ്. അടുത്തത്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഡി ആണ്. തെറ്റായ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 1ഉം അതുപോലെ തന്നെ 3ഉം. അടുത്ത ക്വസ്റ്റ്യൻ, 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി ആരുടേതാണ്? ഇ. സന്തോഷ് കുമാർ. താങ്ക് യു.